സർവമയം രേണുസുതി ചെയ്യുന്നു തോന്നുന്നു. എവിടെ നോക്കിയാലും രേണുസുതിയാണ്. അതെ, TV തുറന്നാൽ രേണുസുതി, യൂട്യൂബ് തുറന്നാൽ രേണുസുതി. ഓക്കെ, ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഓൺലൈൻ ചാനലുകൾക്ക് വേറൊരു പണിയില്ലാഞ്ഞിട്ട് രേണുസുതിയെ വെച്ച് ആൽബങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ട തറ ഓൺലൈൻ ചാനലുകളിൽ അവർ ഇന്റർവ്യൂ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അത് മാറ്റി പറയേണ്ടി വരും. കാരണം News 18 പോലുള്ള വമ്പൻ ചാനലുകളിലാണ് രേണുസുതി ഇന്റർവ്യൂ സ്റ്റാർട്ടായിരിക്കുന്നത്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ആങ്കേഴ്സ് ഒക്കെയാണ്, നന്നായി കോരോ വാർത്ത വായിക്കുന്ന ആങ്കേഴ്സ് ഒക്കെയാണ് രേണുസുതി ഇന്റർവ്യൂ ചെയ്യുന്നത്. കണ്ടായിരുന്നു. എന്തായാലും രേണുസുതിയുടെ റേഞ്ച് അടിമുടി മാറുകയാണ്. കാരണം നേരത്തെ രേണുസുതിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ നിലവാരം കുറഞ്ഞതാണ് എന്ന് ആൾക്കാർ പറഞ്ഞു നടന്നിരുന്നെങ്കിൽ ഇനി എന്ത് പറയുന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. കാര്യം ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമല്ല, സാറ്റലൈറ്റ് മാധ്യമങ്ങളിലും തന്റെ ഇന്റർവ്യൂ വരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർ പോലും തന്നെ തേടി വരുന്ന ഇന്റർവ്യൂ എടുപ്പിക്കാൻ വരുന്ന അവസ്ഥയിലേക്ക് രേണുസുധീന്റെ കരിയർ വളർന്നിരിക്കുകയാണ്. തീർച്ചയായും ഇമേജ് മാറിയിരിക്കും. ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് രേണുസുധി ഇന്റർവ്യൂ ചെയ്ത എളിയൊരു ആങ്കർ കൂടെയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അന്നൊക്കെ നമ്മൾ ചീത്തയും, അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും കേട്ട ചീത്തയ്ക്ക് കൈയും കണക്കൊന്നുമില്ല. പക്ഷെ ഇനിയിപ്പോൾ അവരെ എന്ത് പറയും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇപ്പോൾ രേണുസുധിയുടെ ആൽബം എടുത്ത് നോക്കിയാലും രേണുസുധിയുടെ വീഡിയോസ് എടുത്ത് നോക്കിയാലും അതിലൊന്നും നെഗറ്റീവ് കമന്റ്സ് കാണാനില്ല. ഇപ്പോൾ ആകെ ഉള്ള അവർക്കൊരു പേരുദോഷം എന്ന് പറയാനായിട്ട്, ഇപ്പോൾ പേരുദോഷം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരുടെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം ഈ പറയപ്പെടുന്ന ഒരു വ്യക്തി, അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞ വ്യക്തി, ഒരു കോമാളി ഡാൻസ് അവരുടെ വീട്ടിന് മുമ്പിൽ കാണിക്കുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ ഓൺലൈൻ മീഡിയകളുമായിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരായിരിക്കും. ഓഫ് കോഴ്സ് ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുന്നുണ്ടാവുക. കാരണം അവർക്കിപ്പോൾ അവരുമായിട്ടാണ് കണക്ഷൻസ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് സഹപ്രവർത്തകരായിരിക്കില്ല. അതുകൊണ്ട് ഓർമ്മ ദിവസത്തിൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമറ ഉണ്ടാവും. എന്തായാലും നമ്മൾ വെള്ളത്തിൽ ചാടുമല്ലേ, കൂട്ടത്തിൽ എന്തായാലും ക്യാമറ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരു ക്യാമറ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഓരോ മൊമെന്റ് ഒപ്പിയെടുക്കും. അതാണല്ലോ ഇന്ന് എല്ലാവർക്കും വേണ്ടത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ ചൂട് പിടിച്ചുകൊണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളിലേക്ക് രേണുസുധി വിളിക്കണമെങ്കിൽ രേണുസുധി എത്രമാത്രം കഴിവുള്ളവളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. റേഞ്ച് മാറിയിരിക്കുകയാണ്. പ്രേക്ഷകർ ചോദിക്കാനായിട്ട് താല്പര്യപ്പെട്ട ഏതാണ്ട് 10-15 ചോദ്യങ്ങൾ എണ്ണം ഇട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്ന രീതിയിലേക്ക് അത് മാത്രമല്ല ഇന്റർവ്യൂ മാറി. അതെ, അത് മാത്രമല്ല പഞ്ചിങ് ക്വസ്റ്റൻ ആയിട്ട് എന്റെ പഞ്ചിങ് ക്വസ്റ്റൻ ഒരു ചോദ്യം രേണുവിനോട് ചോദിക്കുന്നുണ്ട്. ഈ സമൂഹത്തിലെ സ്ത്രീജനങ്ങളോട്, പെൺകുട്ടികളോട് രേണുവിന് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? കവിഞ്ഞൊരു അംഗീകാരം, അതായത് ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ഐക്കണായി രേണുവിനെ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും അവസാനത്തെ വിവാദം, അത് ഇതുവരെ വിവാദങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. അതിന് മുമ്പുള്ള സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങോ ഒക്കെ ആയിരുന്നെങ്കിൽ രേണുസുധി പ്രസ്ഥാനത്ത് വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ജെന്യുവൻ ആണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു കേസ് ഇതായിരുന്നു. അതായത് രേണുവിന്റെ കൊല്ലം സുധിയുടെ 2ാം ഡെത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് അലിൻ ജോസ് പെരേര അടക്കം നടത്തിയ ചില കോമാളിത്തരം. എന്തായാലും അലിൻ ജോസ് പെരേരയുടെ കൂടെയുള്ള ആ വ്യക്തി, അയാളുടെ പേരെനിക്കറിയില്ല, അയാളടക്കം വന്ന് പറയുന്നുണ്ട് അലിൻ ജോസ് പെരേരയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്ന കണക്ക് കൂടെ എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. രേണു ചേച്ചിക്കെങ്കിലും പറയാമായിരുന്നില്ല ഇവനിങ്ങനെ കാണിക്കുമ്പോൾ വിവരമില്ല എന്ന് പറഞ്ഞു. അലൻ ജോസ് പെരേര എന്തായാലും സമ്മതിക്കുന്നുണ്ട് ചെയ്തത് തെറ്റായി പോയി എന്ന രീതിയിൽ. ഒരു പക്ഷേ അവന്റെ ബുദ്ധിയില്ലായ്മ രേണുവിന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കണമെന്ന് ഓർത്തിട്ടാവാം. എന്തായാലും രേണു അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. അത് അലൻ ജോസിന്റെ മാത്രമായിട്ടുള്ള ഒരു പേഴ്സണൽ രീതിക്ക് രേണു അതിനെ കുറിച്ച് രേണു അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും പ്രതികരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും രേണു ആദ്യമായിട്ട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രതികരിച്ചത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. 2 വിഷയങ്ങളിൽ. ഒന്ന് ഈ പറയപ്പെടുന്ന ഓർമ്മ ദിവസം കാണിച്ച കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന 2ാം ഭാര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് രേണുസുധി ഇപ്പോൾ പറയുന്നത്. എന്തായാലും രേണുസുധിയുടെ മകൻ കിച്ചുവും Q&A ഒക്കെ ആയിട്ട് ചാനലുമായിട്ട് സജീവമായിട്ട് പോകുന്നുണ്ട്. അവൻ എന്തായാലും അവനെ വലിച്ചിടാൻ നോക്കിയെങ്കിലും അവൻ വ്യക്തമായിട്ട് വന്ന് ഉത്തരം അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി കളഞ്ഞു. അവൻ പറയുന്നത് അതിലൊരു ക്വസ്റ്റ്യൻസ്, വേറെ കൂടുതലൊന്നും പറയാനില്ല, അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുധിയെ ഇതിനകത്ത് വലിച്ചിടുന്നുണ്ടല്ലോ, മരിച്ചുപോയ അദ്ദേഹം. അപ്പോൾ രേണുവും പറയുന്ന ഒരു കാര്യമാണ്, മരിച്ചു മണ്ണടിഞ്ഞു പോയൊരു മനുഷ്യനാണ്, എന്തിനാണ് അദ്ദേഹത്തെ ഇതിനകത്ത് വലിച്ചത്? എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയുന്നുണ്ടല്ലോ, എന്നെ തേജോവധം ചെയ്യുന്നുണ്ട്, അതെ വലിച്ചു കീറുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പം ജയ് കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞ പോലെ മരണമാരെ വിശുദ്ധനാക്കുന്നില്ല. പക്ഷേ മരിച്ചുപോയ ഒരാളെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ലൈഫിൽ അയാൾക്ക് ഇനി തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ദൂരത്തേക്ക് അയാൾ പോയിരിക്കുന്നത്. അയാളെ കുറിച്ച് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഇനി ഒന്നും ചെയ്യാനില്ല. അയാളുടെ ആൾക്കാർ 2 പക്ഷമായിട്ട് നിന്നുകൊണ്ട് വിശ്വസിക്കാതിരിക്കുക ചെയ്യാൻ മാത്രമേ ഉള്ള കാര്യമേ ഉള്ളൂ. കാര്യം അതിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനായിട്ട് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ നിന്നില്ല. അതിന് കിച്ചു അദ്ദേഹത്തിന്റെ നമ്മുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്ന മക്കളാണല്ലോ, നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമ്പര എന്ന് പറയുന്ന മക്കളിലൂടെയാണല്ലോ പിന്നെ ലോകം അറിയുക. അപ്പോൾ സുധി ചേട്ടന്റെ മകൻ കിച്ചു പറയുന്നത് കറക്റ്റാണ്. അവൻ പറയുന്നത് എൻ്റെ അച്ഛനെ എനിക്കറിയാം. ആ ചോദ്യത്തിന് അവൻ പറഞ്ഞു, താങ്കളുടെ അച്ഛനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ വാർത്തകളായിട്ട് വരുന്നുണ്ടല്ലോ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദ്യത്തിന് അവൻ പറഞ്ഞ നല്ല ഒരു മെച്ചമായിട്ടുള്ള മറുപടി, ഒറ്റ മറുപടിയായിരുന്നു, ഒറ്റ അടിയായിരുന്നു. എൻ്റെ അച്ഛനെ എനിക്കറിയാം,
എന്റെ വീട്ടുകാർക്ക് അറിയാം, അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം, പിന്നെ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത്? അത് തന്നെയാണ് രേണുസുധീൻ ചോദിക്കുന്നത്. അദ്ദേഹത്തെ എനിക്കറിയാം, എന്റെ മക്കൾക്കറിയാം, പിന്നെ ആരെയാണ് ഈ പറയുന്ന പോലെ ബോധ്യപ്പെടുത്തേണ്ടത്? അതുപോലെ രേണുവിന്റെ പ്രതിഫലത്തെ കുറിച്ചൊക്കെ ഇപ്പൊ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നു, ഇപ്പൊ അത് സാറ്റലൈറ്റ് ചാനൽ ചോദിച്ചൊരു ചോദ്യമാണോ, ന്യൂസ് 8 ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലായിടത്തും അവർക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. രേണു പറയുന്നത് ഞാൻ അന്നന്ന് ജീവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയെ വാങ്ങിക്കുന്നുള്ളൂ. എനിക്ക് ഡ്രസ്സ് പോലും ഞാൻ ഇരന്ന് വാങ്ങി, തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും പറയുന്ന ആൾക്കാർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. അതെ, കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പക്ഷെ എടുത്തു കൊടുക്കാൻ പറ്റി എന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ രേണു പറയുന്ന മരിക്കുന്ന സമയത്ത് വളരെ ഫിനാൻഷ്യലി ഭയങ്കര കഷ്ടത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവൻ്റെതായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അമ്മ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് രേണു പറയുന്നത്. അതോടൊപ്പം ഇളയ മകന്റെ കാര്യം നോക്കണം, വീട്ടിൽ അച്ഛൻ്റെ ജോലിക്ക് പോകാൻ പറ്റില്ല, അമ്മയും അച്ഛനും പ്രായമായ അച്ഛനും അമ്മയുണ്ട്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പേരുടെ കാര്യങ്ങൾ, ദൈനംദിന ജീവിത കാര്യങ്ങൾ ആ പെൺകുട്ടി രേണു എന്ന് പറഞ്ഞ വ്യക്തിയാണ് നോക്കുന്നത്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, ഞാൻ ഇതിനകത്ത് എന്ത് മോശമാണ് ചെയ്യുന്നത്? ഇപ്പോൾ മോശം പറഞ്ഞ ആൾക്കാർ പോലും അവർ പോകെ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു വരുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ അഭിനയിപ്പിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പല അലിഗേഷൻസും വരുന്നുണ്ട്. അവരെ ചുംബിക്കാൻ ശ്രമിച്ചു, അത് പറ്റത്തില്ല, ലിപ് ലോക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു വിഷയങ്ങളുണ്ട്. പിന്നെ പ്രാങ്ക് ആണോ ഇല്ലയോ എന്നറിയാതെ മറ്റേ വേറൊരു റീൽസ് ഇറങ്ങിയിട്ട് മോശമായിട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ പ്രതികരണങ്ങളൊക്കെ കാണിക്കുന്നില്ല. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ വീഡിയോക്ക് റീച്ച് കൂട്ടാനായിട്ട് മനഃപൂർവ്വം ചെയ്തതാവാം. പക്ഷേ ഈ ലിപ് ലോക്ക് സീനിന് എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രാങ്ക് ആയിരുന്നു തോന്നുന്നു. കണ്ടപ്പോൾ കുറച്ച് ജെനുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു സാധാരണഗതിയിലൊക്കെ വളരെ അഭിനയിക്കാനായിട്ട് അലൻ ജോസ് ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോമാളിത്തരങ്ങൾ മാത്രം കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും കൂടെ തോന്നിയ കാര്യമാണ്. എന്തായാലും ഈ എന്താണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ഇന്റർവ്യൂ എടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ അവതാരകൾ ഒരാൾ തന്നെ രേണുസുധി ഇന്റർവ്യൂ ചെയ്യുന്ന അവസ്ഥയിലേക്ക് രേണുവിന്റെ ഇമേജ് അടിമുടി മാറുകയാണ്. നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, ശരിക്ക് പറഞ്ഞ കണക്ക് രേണുവിന്റെ പുറകെ നടക്കാനായിട്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്ന് ഒരു ചെറിയ വിഭാഗമെങ്കിൽ മലയാളികൾ ചോദിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കമ്പനി ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വാർത്താ മാധ്യമങ്ങൾ ഒന്നായിട്ടുള്ള ന്യൂസ് 18 തന്നെ രേണുസുധിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നല്ല അവസ്ഥയിലേക്ക്, നല്ല നിലവാരത്തിലേക്ക് രേണുസുധി എന്ന് പറയുന്ന ആളുടെ ഇമേജ് നടന്നു കയറിയിരിക്കുകയാണ്. എന്തായാലും പല ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച പല ചോദ്യങ്ങളുമാണ് അവതാരക രേണുസുധിയോട് ചോദിച്ചിട്ടുള്ളത്. അതിന് വളരെ മെച്ചൂർഡായിട്ട് തന്നെ, അനാവശ്യമായിട്ട് ആരുടെയും പേരുകളോ അല്ലെങ്കിൽ ആരുടെയും ജീവിതങ്ങളോ വലിച്ചടയ്ക്കാതെ വളരെ മെച്ചൂർഡായിട്ട് തന്നെ രേണുസുധി അതിൽ മറുപടി പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ കിച്ചു എന്ന് പറയുന്ന കൊല്ലസുധിയുടെ മകന്റെ ഒരു മെച്യൂരിറ്റി സമ്മതിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പല മീഡിയാസും പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മറുപടി മാത്രം, വളരെ ജെന്യുവനായിട്ടുള്ള മറുപടികൾ മാത്രം പറഞ്ഞുകൊണ്ട് ആരെയും വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികൾ ആരാണ് എന്നറിയെങ്കിൽ പോലും അവരുടെ പേരോ അവരുടെ ജീവിതമോ വലിച്ചഴക്കാതെ മറുപടി കൊടുക്കാനുള്ള ഒരു പക്വത ഈ പ്രായത്തിൽ ആ കുഞ്ഞിന് കൈവന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതെ, കാരണം അവൻ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, അച്ഛന്റെ കാര്യം ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞു നിർത്തുവാണ്, എൻ്റെ അച്ഛനെ എനിക്കറിയാം, എന്നെ അച്ഛനെ അറിയുന്നവർക്കറിയാം, അതിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ആ വീഡിയോ എടുത്തുകൊണ്ട്, അതാണ് അച്ഛനെ കുറിച്ചുള്ള വിവാദപരമായിട്ടുള്ള വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അത് വീണ്ടും ഒരു വിവാദമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇത്രയും സൗമ്യനായി പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സോഫ്റ്റ്. കൂട്ടത്തിലിരിക്കുന്ന ക്യുആൻഡെ പറയുന്ന പയ്യൻ തന്നെ ഇത്തിരി അരഗന്റ് ആയിട്ടാണ്, അവൻ ഇച്ചിരി ലൗഡ് വോയിസിലാണ് സംസാരിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ. പക്ഷെ എല്ലാത്തിനും സമാധാനപരമായിട്ടുള്ള മറുപടി കൂടിയാണ് കിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ആ ഒരു വളർത്തുഗുണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാമല്ലേ. ശരിക്കും നല്ല മെച്യൂർ ആയിട്ടാണ് അവൻ വളരുന്നതും. രേണുസുധിയെ പോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ഓർമ്മകൾ എന്താണ് കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികളെ രേണുസുധിയെയും കിച്ചുവിനെയും കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്തായാലും കൊല്ലം സുധിയുടെ ഓർമ്മകൾക്കും അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനും കോട്ടം തട്ടാത്ത രീതിയിൽ ഈ രണ്ട് വ്യക്തികളും, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളത് ആ കലാകാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്താണ് വളരെ നല്ല ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ നല്ല രീതിയിൽ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വീണ്ടും നിറയ്ക്കാനായിട്ട് അവരുടെ സ്വഭാവ രീതികൾ മാറ്റുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ന്യൂസ് 8 തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈനായിട്ട് അവർ ചോദിക്കുന്ന ഇത്രയധികം പ്രശസ്തി നേടിയ മറ്റൊരു താരം അടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ. അതോടൊപ്പം രേണു ഇപ്പോൾ സൈബർ ബുള്ളിങ്, ഇത്രയധികം സൈബർ ബുള്ളിങ് നേരിട്ടൊരു വ്യക്തിയും എനിക്ക് തോന്നുന്നില്ല ഓൺലൈൻ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. അതായത് ഇനി ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങൾ പോലും ആരോപണങ്ങൾ പോലും ആരും ഉന്നയിക്കുകയാണെങ്കിൽ എനിക്കൊരു കുലുക്കവും തട്ടില്ല. കാര്യം ഞാൻ ഇതെല്ലാം കേട്ട് മരിക്കില്ലെന്ന് അവർ പറഞ്ഞു. അതെ, ഒരു കാരണവശാലും ഞാൻ സൂയിസൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ എന്ത് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ സൂയിസൈഡ് ചെയ്യില്ല. കാരണം ഇങ്ങനത്തുള്ള നെഗറ്റീവ് കമന്റുകൾ കേട്ട് എന്റെ മനസ്സ് അതേപോലെ പാകമായി കല്ലായി എന്നൊക്കെ രേണു പറയുന്നത്. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ
ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിട്ട് ജീവിക്കുന്ന വിമൻസിനെയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ഒന്നുമില്ല എന്ന് നിന്ന് ഒറ്റപ്പെട്ട ഒരു തരിശുഭൂമിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാണിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമായി മാറുകയാണല്ലേ അതിജീവനത്തിന്റെ എക്സാമ്പിൾ ആണ്. അതിജീവനത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് രേണുസുതി തീർച്ചയായിട്ടും കാണിക്കാം. തീർച്ചയായിട്ടും